ചെമ്പനിപ്പൂ സീരിയലിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചന്ദ്രയോട് സച്ചിക്കുള്ള സ്നേഹത്തെക്കുറിച്ചായിരുന്നു. ആ സ്നേഹം ഇല്ലാതാവാൻ വേണ്ടിയിട്ടുള്ള കാരണം സുധിയാണ്. പക്ഷേ അതിന്റെ റീസൺ എന്താണെന്നുള്ള കാര്യം പറയാൻ വരുമ്പോഴേക്കും സച്ചിയെ രവി തടയുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെ ആയിരുന്നു. അതിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ നോക്കാം. പൊങ്കലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് എത്തുവാണ് കേട്ടോ. കാർ ഇറങ്ങിയ ഉടനെ തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ. വന്നിറങ്ങിയ ഉടനെ തന്നെ ഇതാണല്ലോ മുമ്പ് പെട്ടിരിക്കുന്നത് ചന്ദ്രമതി മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, രേവതി പെട്ടെന്ന് തന്നെ വന്നിട്ട് കട തുറക്ക്, 4 ദിവസം ലീവ് അല്ലായിരുന്നു എന്നുള്ള കാര്യം പറയണേ. അപ്പോഴേക്കും ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് എന്തോ ഭയങ്കര സന്തോഷം പോലെ വന്ന് തുറക്കാം എന്ന് പറയണേ. പിന്നെ വലിയ കടയല്ലേ, ഷോപ്പ് ഓപ്പൺ ആക്കാൻ വേണ്ടി പോവുകയാണെന്നുള്ള കാര്യം നോട്ടീസ് അടിച്ചു കൊടുക്കുക, എല്ലാവരും കൂടി നിന്നിട്ട് ഇവിടെ സമ്മേളനം നടത്തട്ടെ. ചന്ദ്ര നീ വന്നപ്പോൾ തന്നെ തുടങ്ങിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ വലിയ എന്തോ ഷോറൂം അടച്ചിട്ട് പോയ പോലെയാണല്ലോ അവൻ പറയുന്നത്. ഈ കട ഇവിടുന്ന് എടുത്തിട്ട് വേറെ എവിടേക്കെങ്കിലും മാറ്റാൻ വേണ്ടി പറ ആദ്യം. അച്ഛ ഇത് വലിയ ഷോറൂം ഒന്നല്ല, പക്ഷെ ഈ കട വെച്ച് കുറച്ച് ദിവസം കൊണ്ട് തന്നെ രേവതി ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുണ്ട്. നമ്മള് നാട്ടിൽ നിന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഫോൺ ചെയ്ത് ചോദിച്ചു, ഈ കടയുടെ പേര് തന്നെ ചന്ദ്ര ഫ്ലവർ ഷോപ്പ് എന്നല്ലേ, പക്ഷെ രേവതിയുടെ കട എന്നാണ് എല്ലാവരും പറയുന്നത്. അച്ഛ ഈ കട അമ്മയുടെ പേരിലാണെങ്കിൽ പോലും വരുന്നവരൊക്കെ രേവതി ഇല്ലേ എന്നാ ചോദിക്കുന്നത്, രേവതിയുടെ കടയല്ലേ എന്നുള്ള രീതിയിൽ. അത്രയ്ക്കും അവൾ ഫേമസ് ആയി. വരുന്ന ഇലക്ഷനിൽ അവൾ നിന്ന് കഴിഞ്ഞാൽ അവൾക്ക് ഒരുപാട് വോട്ട് കിട്ടുമെന്ന് പറയണേ. പിന്നെ അവൾക്ക് നല്ല വോട്ട് കിട്ടും, ഇലക്ഷനിൽ നിർത്തിക്കോ എന്നൊക്കെ ചന്ദ്രമതി കളിയാക്കുന്ന രീതി പറയാണ് കേട്ടോ. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, ഇനിയും വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചിട്ടില്ല, അതിനു മുമ്പ് നീ തുടങ്ങിയോ? നിനക്ക് വെച്ചിട്ട് മിണ്ടാതിരിക്കാൻ അറിയില്ലേ? അവളുടെ ജോലിയെ കുറിച്ചിട്ട് തെറ്റായി സംസാരിക്കുന്നത് നിനക്കിപ്പോ ഒരു ശീലായി പോയി. ഉള്ളിൽ പോയെന്ന് പറഞ്ഞിട്ട് രവി ചന്ദ്രയെ അകത്തേക്ക് പറഞ്ഞു വിടുവാണ്. അങ്ങനെ ചന്ദ്രമതി ഉള്ളിൽ കയറിയിട്ട് പറയേണ്ട ഒരു വിധത്തിൽ ഇവിടെ തിരിച്ചെത്തി. ചില പേരൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയെങ്കിലും ശ്രുതി നിന്റെ ചെറിയച്ചൻ വന്നത് സന്തോഷമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയണേ. എന്താ വീട്ടിലെല്ലാവരും സന്തോഷത്തോടു കൂടി ഇരുന്നത് നിനക്ക് അത്ര സന്തോഷമായിട്ട് തോന്നിയില്ലെന്ന് ചന്ദ്രന്റെ അടുത്ത് രവി ചോദിക്കുകയാണ്. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ചിലരൊക്കെ ശ്രുതിയെ നോക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ, അവളുടെ വീട്ടിൽ നിന്ന് താലം വന്നില്ല, സീൽ ചെയ്തില്ല എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, അച്ഛ എന്നെ കുറിച്ചാണ് പറയുന്നത്. അറിയാടാ എന്ന് രവി പറയുന്നുണ്ട്. തുടർന്ന് ചന്ദ്ര, മലേഷ്യയിൽ നിന്ന് വന്നല്ലോ, നമ്മുടെ ശ്രുതിക്ക് ബ്രേസ്ലെറ്റ് ഒക്കെ ഇട്ടല്ലോ, ഇപ്പോഴെങ്കിലും എല്ലാവർക്കും ശ്രുതിയുടെ പെരുമയൊക്കെ മനസ്സിലായി കാണും. ഇത് കേൾക്കുമ്പോൾ ശ്രുതിയും അതുപോലെ ശ്രുതി ഒരു പൊളിച്ച് ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വർഷേ നീ വന്നിരിക്കെ നമുക്ക് കോഫി കുടിക്കുക എന്ന് പറയുമ്പോൾ, ഇല്ല ആന്റി ഞാൻ കുറച്ച് ടയേർഡാണ്, എനിക്ക് കുറച്ചു നേരം ഉറങ്ങിയിട്ട് സ്റ്റുഡിയോയിലേക്ക് പോകണമെന്ന് പറഞ്ഞു വർഷ റൂമിലേക്ക് കയറി പോവാണ്. അതിന്റെ പുറകെ തന്നെ ശ്രീകാന്ത് റെഡി ആയിട്ട് പോവാന്ന് പറഞ്ഞിട്ട് പോവാണ്. തുടർന്ന് സച്ചിയുടെ അടുത്ത് അമ്മയുടെ അടുത്ത് വിളിച്ചു പറ നമ്മൾ ഇവിടെ എത്തി എന്നുള്ള കാര്യം. നമ്മള് കുറച്ച് ദിവസം അവിടെ നിന്നതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അത് ഭയങ്കരമായിട്ട് സന്തോഷമായി ഉണ്ടാവും എന്നുള്ള കാര്യം പറയാണ് കേട്ടോ രവി. അത് ഞാൻ അച്ഛമ്മയെ വിളിച്ച് പറഞ്ഞോളാം എന്ന് സച്ചിയും പറയുന്നുണ്ട്. തുടർന്ന് നമ്മുടെ രേവതി ആണെങ്കിൽ ബാഗ് എടുത്തിട്ട് റൂമിലേക്ക് പോകുന്ന സമയത്ത്, രേവതി നീ എങ്ങോട്ടാ പോകുന്നത്? നാട്ടില് ഭയങ്കര ജോളിയായിട്ട് നടന്നതല്ലേ, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛമ്മ എന്ന് പറയും. ഇപ്പോഴും അതേ ഒരു ഇതിൽ നിൽക്കണ്ട, ഇത് എന്റെ വീടാന്ന് പറയുമ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, ആധാർ എടുത്തിട്ട് നെറ്റിയിൽ ഒട്ടിച്ചു വെച്ചേക്ക്, അത് കണ്ടിട്ട് എല്ലാവരും മനസ്സിലാക്കിക്കോട്ടെ എന്ന് പറയുമ്പോഴേക്കും രവിയും പറയുന്നുണ്ട് കറക്റ്റ്. അപ്പോഴേക്കും ചന്ദ്രമതി, ഞാൻ ഇവന്റെ അടുത്തല്ല സംസാരിച്ചെന്ന് പറയണേ. രേവതി പോയിട്ട് എല്ലാവർക്കും ചായ എടുത്തിട്ട് വാ എന്നുള്ള കാര്യം പറയുമ്പോൾ, അമ്മയെ ഞാന് കട തുറന്നിട്ട് എന്ന് പറയാണേ, അതൊക്കെ പിന്നെ തുറന്നാ മതി, അവിടെ എന്താ മാല വാങ്ങാൻ ക്യൂ കെട്ടിയിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടോ, ആദ്യം ഇവിടുത്തെ പണിയൊക്കെ തീർക്ക്, ഇവർക്കെല്ലാവർക്കും ഓഫീസ് പോണ്ടേ, നീ പോയിട്ട് കുറെ പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് രേവതി അവിടുന്ന് പറഞ്ഞു വിടണേ. അത് കഴിഞ്ഞിട്ട് ശ്രുതി നമുക്ക് റൂമിൽ പോവാന്ന് പറയണേ. ഇവൻ എപ്പം നോക്കിയാലും റൂം എന്ന് പറഞ്ഞിട്ട് ആ റൂം എടുത്തിട്ട് ആരെങ്കിലും പോകുന്നുണ്ടോ എന്ന് ചോദിക്കാണ് കേട്ടോ ശ്രുതിയുടെ അടുത്ത് സച്ചി. ശ്രുതി പോവാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂട്ടിയിട്ട് ശ്രുതി റൂമിലേക്ക് പോവാണേ. അവർ പോയതിനു ശേഷം ചന്ദ്രമതി സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, അവരുടെ റൂമിലേക്ക് പോകുന്നു, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ റൂമൊക്കെ കിടന്നോ, ഞങ്ങളല്ലേ ഇവിടെ റൂമില്ലാതെ കിടക്കുന്നത്, അതും നിന്റെ പ്രശ്നം കാരണം, ഇവിടെ തണുപ്പത്ത് ഞങ്ങൾക്കല്ലേ കിടക്കേണ്ടി വരുന്നത്, കഴിഞ്ഞ പ്രശ്നങ്ങളെ കുറിച്ച് നീ വീണ്ടും എന്തിനാ പറയുന്നത് ചന്ദ്ര എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചന്ദ്രമതി, പിന്നെ എന്താണ്, അവനെ കാണുമ്പോഴത്തേക്ക് അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, നാട്ടിലും ഇങ്ങനെ തന്നെയായിരുന്നു, അവനെ തന്നെ എപ്പോഴും ചീത്ത വിളിച്ചുകൊണ്ട് നടക്കും, നമുക്കാണല്ലോ റൂമില്ലാത്തത്, അതുകൊണ്ട് നമ്മളിതെങ്ങനെ പുഴമ്പിക്കൊണ്ടേയിരിക്കും, അതിനെല്ലാം ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം രവി പറയാണ്. ടെറസിൽ ഒരു റൂം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, മുകളിലൊരു റൂം കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രേവതിയെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ചന്ദ്രമതി. എന്താ നീ മറുപടി ഒന്നും പറയാത്തത്, അതൊക്കെ പിന്നെ നോക്കാം എന്ന് പറയാനുണ്ട് ചന്ദ്ര. എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും റൂം ഉണ്ടല്ലോ. ശ്രുതിയാണെങ്കിൽ മലേഷ്യയിൽ നിന്ന് വന്ന കോടീശ്വരി ആയിട്ടുള്ള മകളാണ്, അവൾക്ക് റൂമുണ്ട്. പിന്നെ വർഷയ്ക്കാണെന്നുണ്ടെങ്കിൽ അവൾക്ക് റൂമുണ്ട്, അവള് വലിയ വീട്ടിലെ പെണ്ണല്ലേ, അവർക്കൊക്കെ റൂമിലിരുന്ന് ശീലമായിപ്പോയി, റൂമിൽ കിടന്ന് ശീലിച്ചവരാണ്. പക്ഷെ ചിലവരൊക്കെ ഉണ്ട് ഹാളിലും മഴയത്തും വെയിലത്തൊക്കെ കിടന്ന് ശീലിച്ചവര്, അവര് ഇവിടെ വന്നിട്ട് AC റൂമിൽ കിടക്കുന്നു. അപ്പോഴേക്ക് സച്ചി അടുക്കളയിലേക്ക്
നമ്മുടെ രേവതിക്ക് അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, കേട്ടില്ലേ അമ്മ ചുറ്റി വളച്ചിട്ട് നിന്നെയാണ് പറയുന്നത്. ചുറ്റി വളച്ചിട്ടൊന്നുമല്ല, നേരെ തന്നെയാണ് പറഞ്ഞത്. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. എനിക്കതിലൊന്നും ഒരു വിഷമമില്ല. ഞങ്ങൾ കുടുംബമായിട്ട് എല്ലാവരും സന്തോഷമായിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അച്ഛമ്മയുടെ വീട്ടിലിരുന്നില്ലേ അതുപോലെ. ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, നിനക്ക് ബുദ്ധിയുണ്ട്. അങ്ങനെ സച്ചിക്ക് കോഫി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രേവതി അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് കോഫി ഉണ്ടാക്കിയിട്ട് വരുന്ന സമയത്ത് രവി ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയില്ലേ, ഇനിയെങ്കിലും നിന്റെ വായ നടക്കുമെന്ന് പറയാണ്. അപ്പോഴേക്കും രേവതി കൊണ്ടുവന്നിട്ട് കോഫി കൊടുക്കുകയാണ് ചന്ദ്രമതിക്കും അതുപോലെ തന്നെ രവിക്കും. അങ്ങനെ കോഫി കുടിച്ച ഉടനെ തന്നെ ചന്ദ്രമതി പറയും, എന്തിനാ നീ ഇത്രയും പഞ്ചസാര ഇട്ടത്? ഇല്ലല്ലോ അമ്മേ, പഞ്ചസാരയൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെയാണല്ലോ ഇട്ടത്. അമ്മയ്ക്ക് എന്താ മധുരം കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, അച്ഛ അമ്മയെ ഡോക്ടറെ അടുത്ത് കൂട്ടിക്കൊണ്ടോ. ഷുഗർ ഉണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് അച്ഛ, കോഫിയിൽ പഞ്ചസാര കൂടുതലുള്ളതായിട്ട് തോന്നും. കൂട്ടിയിട്ട് പോയാലോ അച്ഛ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും പിന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് പഞ്ചസാരയൊക്കെ കണക്കാവുകയാണ് കേട്ടോ. രവി അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയാണെങ്കിൽ കൂട്ടിക്കൊണ്ടുപോവാം. ഇല്ല മധുരമൊക്കെ ശരിയാണെന്നുള്ള കാര്യം പറയാൻ കേട്ടോ നമ്മുടെ ചന്ദ്ര. അങ്ങനെ ഒരു പ്രാവശ്യം കൂടി കുടിച്ചു കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവള് കറക്റ്റ് അല്ല, കുറച്ച് കുറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഉച്ചത്തെ ഭക്ഷണത്തിന് ഇതുപോലെ തന്നെ ഉപ്പൊക്കെ ശരിയായിട്ട് തന്നെ ഇടണോ രേവതി എന്നുള്ള കാര്യം. ഓ അങ്ങനെയല്ലേ അമ്മേ, അത് ഞാൻ ശരിക്കും തന്നെ ഇട്ടോളാം എന്ന് പറയണേ രേവതി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രവി ആണെന്നുണ്ടെങ്കിൽ ഹാളില് ബെഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതി ഇങ്ങനെ സോഫയിൽ ഇങ്ങനെ ഇരുന്ന് ഉറക്കം വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഭാമ വരുന്നത്. ചന്ദ്രയെന്ന് വിളിച്ചുകൊണ്ട്, ഭാമേ രേവതി കോഫി ഉണ്ടാക്ക്, ഇതാ ഭാമ വന്നിട്ടുണ്ടെന്ന് പറയണ. ആ ശരി അമ്മയെന്ന് രേവതി അവിടുന്ന് മറുപടിയും പറയുന്നുണ്ട്. അല്ല ചന്ദ്ര, കട ഇത്ര നേരമായിട്ട് തുറന്നില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഏത് കട? അതാ നിന്റെ പേരിലുള്ള പൂക്കടയെ. ഞാൻ പോയിട്ട് എന്നാ കട തുറന്നിട്ട് അവിടെ ഇരുന്നാലോ എന്ന് ചോദിക്കുകയാണെ ചന്ദ്രമതി. അവിടെ പോയിരുന്നാൽ എന്താ കുഴപ്പം? നിന്റെ പേരിലല്ലേ കടയുള്ളത്. നീ ആ പേര് പറയാതെ എനിക്കത് കേൾക്കുമ്പോൾ തന്നെ കലിപ്പാവുന്നുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, ഇപ്പോഴാണ് നീ നാട്ടിൽ നിന്ന് വന്നത്? അതെ, ഒരു വിധത്തിൽ അവിടെ നിങ്ങൾ പോകുന്നു. അതിരിക്കട്ടെ, നീ എന്താ പെട്ടെന്ന് വരാൻ വേണ്ടി പറഞ്ഞത്? എന്താ കാര്യം? അതെ, ഒരു കാര്യം പറയാനുണ്ട്. അപ്പം അവിടെ രവി കിടന്നുറങ്ങുന്നുണ്ടല്ലോ, അവിടെ ഇരുന്ന് പറയാൻ പറ്റില്ലല്ലോ. വാ നമുക്ക് അവിടെ പോയിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷയുടെ റൂമിന്റെ അവിടേക്ക് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ വർഷയുടെ റൂമിന്റെ അവിടെ എത്തുന്ന സമയത്ത് വർഷയാണെങ്കിൽ ചന്ദ്രമതിയെ ജസ്റ്റ് കണ്ടു, പക്ഷെ ഓൾറെഡി പ്ലാൻ ചെയ്യുമല്ലോ അടയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ അങ്ങനെ ഒറ്റ അടയ്ക്കുകയാണ്. അടച്ചതിന് ശേഷമാണ് ചന്ദ്രമതി അവിടെ നിൽക്കുന്നത് ശ്രദ്ധിക്കുന്നത്. വീണ്ടും തുറക്കുന്നുണ്ട്. അല്ല വർഷ, ഞാൻ വരുന്നത് കണ്ടിട്ട് നീ എന്താ കഥ കടച്ചത്? ഇല്ല ആന്റി, ഞാൻ ശരിക്ക് ആന്റിയെ കണ്ടില്ല, ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് വർഷ നോർമലി കഥ കടയ്ക്കുന്ന പോലെ അടച്ച് ഉള്ളു പോവാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഭാമ ചോദിക്കുന്നുണ്ട്, അല്ല ചന്ദ്രേ, എന്താണ് നിന്റെ മരുമകള് പെട്ടെന്ന് തന്നെ കഥ കടച്ചത്? അവള് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവാന്നുള്ള കാര്യം പറഞ്ഞില്ലേ? അതാണ്, നമുക്കിത് അവിടെ പോവാന്ന് പറയാണ്. തുടർന്ന് ചന്ദ്ര നേരെ പോകുന്നത് നമ്മുടെ ശ്രുതിയുടെയും സുധിയുടെയും റൂമിലേക്കാണ് കേട്ടോ. സുധിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഇന്റർവ്യൂവിനൊന്നും പോകുന്നില്ല എന്നുള്ള കാര്യം. എന്തോ നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് ഞാൻ ഭയങ്കര ടയേർഡാന്നുള്ള കാര്യം പറയണേ. അത് കഴിഞ്ഞ് ശ്രുതി, ടയേർഡാണെന്നോ? ഞങ്ങളൊക്കെ എല്ലാവരും ജോലിക്ക് പോകാൻ വേണ്ടി പോയില്ലേ, ഞാനും ഇതാ റെഡി ആയിട്ട് പാർലറിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങാം. നിന്റെ അടുത്ത് ആരാ പോകാൻ വേണ്ടി പറഞ്ഞത്? നീയും ലീവ് എടുത്ത് റെസ്റ്റ് എടുക്ക്. ഇന്ന് ഏതെങ്കിലും ഫിലിമിന് പോയാലോ നമുക്ക് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ഫോൺ എടുത്തിട്ട് ബുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ സുധി. ആ ഫോൺ ഇങ്ങനെ മേടിച്ചിട്ട് ഒറ്റ ഏറ് ബെഡിലേക്ക് കൊടുത്തിട്ട്, നീ എന്താ കളിക്കുകയാണോ? പെട്ടെന്ന് തന്നെ ജോലി കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്ന കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഇവിടെ നിന്ന് കളിക്കുകയാണോ? നീ എന്തിനാ ഇപ്പൊ ദേഷ്യപ്പെടുന്ന എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടാതെ കുറച്ചെങ്കിലും ഉത്തരവാദിത്തോടു കൂടി നടക്കുന്നുണ്ടോ നീ? ഇതൊക്കെ ചന്ദ്രമതിയും ഭാമയും പുറത്തുനിന്ന് കേൾക്കുവാണേ. നിക്ക് ശ്രുതി, നീ ടെൻഷൻ ആവാതെ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നൈസായിട്ട് പോയിട്ട് കഥ ഒരൊറ്റ അടയ്ക്കുകയാണേ. അങ്ങനെ അവരുടെ ശബ്ദം കേൾക്കുന്ന സമയത്ത് എന്തോ അടിയുണ്ടാക്കുന്ന പോലെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം ഭാമ പറയുമ്പോൾ, ഇല്ല അവര് കുറച്ച് ഒറ്റത്ത് സംസാരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പൊ ഈ റൂമിൽ ഇടയില്ല അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഭാമ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റൂമിൽ പോവാം, രേവതി കിച്ചണിലല്ലേ ഉള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് സച്ചിയുടെ റൂമിലേക്ക് കയറി നോക്കുന്ന സമയത്ത് സച്ചി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും തനിയെ സംസാരിക്കണമെന്ന്. നിങ്ങൾ സംസാരിച്ചോ, അതിന് എന്റെ അടുത്ത് ചോദിക്കുന്ന എന്തിനാ? അല്ല സച്ചി, റൂമിൽ ആരും ഇല്ലാന്ന് വിചാരിച്ചിട്ട് തനിയെ സംസാരിക്കാന്ന് വെച്ച് വന്നതാണെന്ന് ഭാമ പറയാണേ. അതിന് ഹാളിൽ ഇഷ്ടം പോലെ സ്ഥലമില്ലേ, അവിടെ നിങ്ങൾ പോയിട്ട് തനിച്ച് സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ട് സച്ചി കിടന്നുറങ്ങുവാണേ. അങ്ങനെ രണ്ടുപേരും അവിടെ തന്നെ നിൽക്കുന്ന കാണുന്ന സമയത്ത് രണ്ടുപേരും കുടുംബത്തിൽ എന്തോ കുഴപ്പമുണ്ടാക്കാനുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെയൊന്നുമില്ല സച്ചി, ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കൂ. പിന്നെ എന്തിനാ തനിയെ പോയി സംസാരിക്കുന്ന എന്നുള്ള കാര്യം ചോദിക്കും. ഞങ്ങൾ എന്തെങ്കിലും സംസാരിക്കട്ടെ, നീ പൊളിച്ചും കൂടി കിടന്നോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഡോർ അടച്ചിട്ട് അവിടെ നിന്ന് പോവാണേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി ആകെ കലിപ്പിലാണ്. അപ്പോഴേക്ക് ഭാമ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ നായിക്ക് 40 വട്ടം പറയല്ലോ എന്റെ വീട് എന്റെ വീട് എന്ന്. നിന്റെ വീട്ടിൽ നിനക്ക് എന്ന് പറയുന്നതിന് ഒരു റൂം കൂടിയില്ലേ? എന്റെ അവസ്ഥ അങ്ങനെ ആയി എന്നുള്ള കാര്യം പറയണേ ചന്ദ്രമതി. വാ നമുക്ക് ടെറസ് പോവാ എന്ന് പറഞ്ഞിട്ട് ഭാമയും കൂട്ടിയിട്ട് ടെറസിലേക്ക് പോവാണ് ചന്ദ്ര. അങ്ങനെ ഭാമ സ്റ്റെപ്പ് കയറി മുകളിലെത്തുമ്പോഴത്തേക്കും ചന്ദ്രയെ ഇനി ഒരു പൊടി പോലെ എനിക്ക് വയ്യ, നീ എന്താണെങ്കിലും ഫോണിൽ സംസാരിക്കുന്നു പറയുമ്പോഴേക്കും, എന്ത് ചെയ്യാനാ, നീ തന്നെ കണ്ടില്ലേ ഞാനും അദ്ദേഹവും
ഹാളിലാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ വേറെ റൂം ഉണ്ടാക്കാൻ വേണ്ടി പറ. അത് തന്നെയാണ് രവിയേട്ടനും പറയുന്നത്. അത് നല്ല കാര്യമല്ലേ? 3 മക്കളും മരുമക്കളും എല്ലാവരും കൂടി ഒരുമിച്ച് കിടന്നൂടെ? എന്റെ കാര്യം നോക്ക്, ഒരു മകനാണ് എനിക്കുള്ളത്. അവന്റെ ഭാര്യയും കൊണ്ടുപോയി. ദിവസവും നിനക്ക് ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ലെന്ന് ചോദിക്കുകയാണ് ചന്ദ്ര ഭാമയുടെ അടുത്ത്. ഇല്ലാത്തവർക്കല്ലേ അതിന്റെ വില അറിയൂ എന്നുള്ള കാര്യം ഭാമ ചോദിക്കുകയാണ്. നീ വേണമെന്നുണ്ടെങ്കിൽ സച്ചിയും രേവതിയും നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചോ. ആരാ വേണ്ടെന്ന് പറഞ്ഞ്? എന്തിന്? നിന്റെ മകന്റെ അടുത്ത് ദിവസം ഞാൻ ചീത്തവിളി കേൾക്കാനോ? അത് നിനക്കും അറിയാലോ. ഇപ്പൊ തന്നെ സച്ചിയുടെയും രേവതിയുടെയും ആട്ടം സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. എപ്പോഴാണ് അവരെ ഒന്ന് പുറത്താക്കാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാനും നോക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോ ഒരു റൂമും കൂടി കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആയിരിക്കും. പിന്നെ ഇവിടുന്ന് തുരത്താൻ വേണ്ടി പറ്റില്ല. ഓ, നീ അങ്ങനെയാണോ ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇവറ്റിങ്ങളെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടിയിട്ട് ഞാന് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പുറത്താണെന്നുണ്ടെങ്കിൽ പൂക്കട വെച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. ആദ്യം ആ പൂക്കട തന്നെ അവിടുന്ന് ഇല്ലാതാക്കണം. നിന്റെ പേരിൽ ഒരു കട ഉണ്ടായി കഴിഞ്ഞാൽ അത് നിനക്ക് പെരുമയല്ലേ എന്നുള്ള കാര്യം ഭാമ ചോദിക്കുമ്പോൾ ശ്രുതി എന്റെ പേരിൽ പാർലർ വെച്ചിട്ടുണ്ട്, ആ ഒരു പെരുമ മാത്രം മതി എനിക്ക്. ആദ്യം ആ പൂക്കടയെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ രേവതി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിയെ കാണുമ്പോഴേക്കും എന്താ പൂച്ചയെ പോലെ പമ്മി നിൽക്കുന്നത്? എന്താ അവിടെ സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ വേണ്ടി വന്നതാണോ? നിങ്ങളല്ലേ അമ്മ കോഫി ചോദിച്ചത്? എനിക്ക് അങ്ങനെ ഒളിച്ചു നിൽക്കുന്ന ശീലമൊന്നും ഇല്ല. ഇപ്പോഴാണ് ഞാൻ വന്നേ. അങ്ങനെ കോഫി കൊണ്ടുപോയിട്ട് ഭാമയ്ക്ക് കൊടുക്കാൻ കേട്ടോ. മോളെ, കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഞാൻ പോയിട്ട് കട തുറക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി പോകുന്ന സമയത്ത് പിന്നെ ദിവസവും കോടികൾ സമ്പാദിക്കുന്നില്ലേ? കോടികളില്ലെങ്കിലും അമ്മേ, ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് സമ്പാദിക്കുന്നുണ്ട്. അത് മതി. പൂ എടുത്ത് വെക്കുന്നുണ്ട് ആന്റി പോകുന്ന സമയത്ത് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് രേവതി അവിടുന്ന് പോവാണ്. അങ്ങനെ രേവതി പോയി കഴിഞ്ഞ ശേഷം കണ്ടില്ലേ അവളുടെ അഹങ്കാരം? സ്വന്തമായിട്ട് കട വെച്ചതിന്റെയാണ്. എത്രയും വേഗം തന്നെ ഇതൊക്കെ തീർത്തു കൊടുക്കണം. ഇപ്പോഴാണ് എല്ലാം ഒന്ന് കൈക്കൊമ്പിളിൽ വന്നത്. എന്ത് കോഫി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതിയുടെ ഇളയച്ചൻ വന്നല്ലോ. ആ ശരി അവര് വന്നു എന്നുള്ള പറഞ്ഞല്ലോ. ഉടനെ തന്നെ അവളുടെ അച്ഛനും വരും. അത് നടന്നു കഴിഞ്ഞാൽ ശ്രുതിക്ക് ഉടനെ തന്നെ വലിയൊരു ബിസിനസ് വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു റൂം മാത്രമല്ല, 3 ഫ്ലോർ കെട്ടി 5-6 റൂം തന്നെ കെട്ടി. എന്നിട്ട് ടെറസിൽ ഓടിയിട്ട് അവിടെ ഒരു റൂം, ഇവിടെ ഒരു റൂം, ഇവിടെ വലിയൊരു ഹാള്, അവിടേക്ക് മറ്റേത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വീട്ടിനുള്ളിൽ ലിഫ്റ്റ് തന്നെ ഉണ്ടാക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ശ്രുതിയും അതുപോലെ വർഷയും ശ്രീകാന്തും ഒക്കെ കാറ് മേടിക്കല്ലോ. അതെല്ലാം മേലെ പാർക്ക് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഭാവ ചിരിക്കുകയാണ് ചെയ്യുന്നത്. ചിരിക്കുന്ന കാണുന്ന സമയത്ത് നീ എന്താ കളിയാക്കാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. ശ്രുതിയുടെ അച്ഛൻ വരട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ നടക്കോ ഇല്ലയോ എന്നുള്ള കാര്യം നീ തന്നെ കണ്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ചന്ദ്രമതി അവിടെ നിന്ന് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്ന ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മീരയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് നാട്ടിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാൻ കേട്ടോ. നീ എന്തോരം കഥയാടി പറയുന്നത്? ആടി അത്രയ്ക്കും കഥ നടന്നു. ഓരോ നിമിഷവും ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. നീ പറഞ്ഞു വിട്ട ആളില്ലേ അന്ന് അടിക്കാൻ വേണ്ടിയിട്ട്, അയാൾ കാരണം തന്നെ ഞാൻ ഒറ്റപ്പെടുന്നുള്ള കാര്യം വിചാരിച്ചതാണ്. ശരി വിടടി, എന്തായാലും അതൊക്കെ ഏകദേശം ഒപ്പിച്ച് വിട്ടില്ലേ. ഇനിയിപ്പോ 6 മാസത്തേക്ക് കുറിച്ച് നീ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ കാര്യം പറഞ്ഞ് നിനക്ക് പിടിച്ചു നിന്നൂടെ? ഒന്ന് പോടി. എപ്പോഴാ എന്താ പ്രശ്നം വരിക എന്നുള്ള കാര്യം അറിയില്ല. ഈ രേവതിയും സച്ചിയും കാരണം ഞാൻ ഓരോ കാര്യത്തിലും പെട്ടുപോവാണ്. ഇപ്പൊ വർഷം കൂടെ വന്നതുകൊണ്ട് കൂടിയിട്ട് അവളുടെ വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടേ കൊടുക്കും. അപ്പോഴൊക്കെ എന്റെ അമ്മായിമ്മയാണെങ്കിൽ എന്റെ മുഖത്തേക്കാണ് നോക്കുക. ഇവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ കടക്കാരായി നിൽക്കുവാണ്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ആ ആന്റണിക്ക് ഞാൻ പലിശ കൊടുക്കേണ്ട അവസ്ഥയായി. ഇനി എത്ര നാളത്തേക്കാണ് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് നടക്കുക എന്നുള്ള കാര്യം അറിയില്ലടി. ഒരു പെണ്ണ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാളത്തേക്ക് മറക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയില്ലേ? അതുപോലെ തന്നെയാണ് കള്ളവും. ഒരുപാട് നാളത്തേക്ക് നീ മറച്ചു വെക്കാനൊന്നും പറ്റില്ല. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഉടനെ തന്നെ സുധീരുടെ അടുത്ത് നീ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞേക്ക്. ലേറ്റ് ആവും തോറും നിന്റെ ക്രൈം റേറ്റ് കൂടി വരിക. പിന്നെ എല്ലാത്തിനും കൂടി ചേർന്ന് നീ മേടിക്കേണ്ടി വരും. ഇല്ലടി, അതൊന്നും നടക്കില്ല. പഴയ പോലെ ഒന്നും ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ ശരിക്കും പണക്കാരിയായിട്ടുള്ള ഒരു മരുമകള് വീട്ടിലേക്ക് വന്നു. ഇപ്പൊ ഞാൻ പോയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആ രേവതിയേക്കാൾ മോശമായിട്ടുള്ള രീതിയിൽ എന്റെ അമ്മായിമ്മ എന്നെ നടത്തും. എനിക്ക് ആ വീട്ടിൽ മര്യാദ ഇല്ലാതായി പോകും എന്ന് കരുതിയിട്ട് നീ എത്ര നാളാണ് മറച്ചു വെക്കുക? നിന്റെ അച്ഛൻ്റെ അടുത്ത് നാട്ടിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? ഇപ്പോ ഇളയച്ചനെ റെഡിയാക്കിയത് പോലെ അപ്പോ ഒരു അച്ഛനെ റെഡിയാക്കാന്ന് പറയണേ. അപ്പോഴേക്കും കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. വന്നത് വേറെ ആരുമല്ല, ബീരാനാണ്. അല്ല ശ്രുതി, നീ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുകയാണെ ബീരാൻ. എന്താ സുഖമായിട്ട് ഇരിക്കുന്നോ? ഒന്ന് പോടുന്ന്. നീ ഒരാവശ്യമില്ലാതെ എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു. എന്റെ മൊത്തം അഭിനയവും അവിടെ കാണിക്കാൻ വേണ്ടി പറ്റിയില്ല. ഇനി ഒരു 2 ദിവസം കിട്ടുമായിരുന്നെങ്കിൽ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും എന്നെ ശരിക്കും ഒറ്റയായിരുന്നു. എന്നെ അവിടെ നിന്നിട്ട് നിങ്ങൾ ചെയ്തു തന്നെ ധാരാളം. ഓ, അപ്പൊ ഞാൻ അഭിനയിച്ചതൊക്കെ ശരിയായിട്ട് വന്നോന്ന് ചോദിക്കണേ ബീരാൻ. വീഡിയോ ഡയറക്ടർ കണ്ടോ? എന്റെ പെർഫോമൻസ് ഓക്കെ ആണെന്ന് പറഞ്ഞു. ഡയറക്ടർ സാറ് ആ വീഡിയോ കണ്ടോ? എനിക്ക് അവസരം കിട്ടൂ. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് മീര പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുവാണോ? നിങ്ങളടുത്ത് പറയുന്നത് കേൾക്കാതെ വേറെ എന്തൊക്കെയാ നിങ്ങൾ അവിടെ പോയിട്ട് ഒപ്പിച്ചത്?
നീ എന്തിനാ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നെന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ ചീത്ത വിളിക്കാതെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവിടെ പോയിട്ട് കുടിച്ച് കൂത്തടിച്ചു. നിങ്ങളുടെ അടുത്ത് കുടിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. അതൊന്നുമില്ല മീരെ. ആ ബോട്ടിൽ കണ്ട ഉടനെ തന്നെ എന്റെ മനസ്സങ്ങ് സ്ലിപ്പായി പോയി. അത് പോരാത്തതിന് എന്റെ ഹസ്ബൻഡിനെ കുടിപ്പിച്ചിട്ട് രാത്രി ഇല്ലാത്ത തലവേദന വേറെ ഇല്ല. അതൊന്നുമില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു പെഗ് അടിച്ച് കഴിഞ്ഞാൽ തലവേദനയൊക്കെ മാറും. കണ്ടല്ലോ, ഒരു ദിവസം കൂടി ഇയാൾ അവിടെ നിന്നായിരുന്നെങ്കിൽ ഇത് മലേഷ്യ അല്ല എന്നും വെറും ഇറച്ചി കച്ചവടക്കാരനാണെന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുമായിരുന്നു. നിങ്ങളെ പറഞ്ഞു വിട്ട എന്നെ പറയണമെന്ന് മീര പറയണേ. ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ കുടിച്ചേ? ഞാൻ നാച്ചുറൽ ആയിട്ട് ആക്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടെന്ന് ബീരാൻ പറയുമ്പോൾ നിങ്ങൾ ചെയ്തത് ഓവർ ആക്ടിങ് ആണ്. നിങ്ങൾ വിശ്വസിച്ചിട്ട് ഞാൻ എങ്ങനെ ചാൻസ് മേടിച്ചു തരും? അത് കഴിഞ്ഞ് ശ്രുതിയുടെ അടുത്ത് ബീരാൻ പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു വന്നിട്ട് നല്ല സൂപ്പറായിട്ട് അഭിനയിച്ച് കാണിച്ചു തരാന്ന്. ഇത് പോരാത്തതിന് നിങ്ങൾ വീണ്ടും വരാൻ വേണ്ടി പോവാണോ? എന്താ മോളെ ഇങ്ങനെ? വന്നല്ലേ പറ്റുള്ളൂ. സ്ക്രിപ്റ്റ് മറന്നോ? ഇനിയും 3 മാസത്തിനുള്ളിൽ നിന്റെ അച്ഛനെയും കൂട്ടിയിട്ട് വരാന്ന് പറഞ്ഞില്ലേ? പിന്നെ ഞാൻ വരാതെ നിങ്ങൾ എങ്ങനെയാ അത് മാച്ച് ചെയ്യാം? കണ്ടിന്യൂറ്റി മിസ്സാവില്ല എന്നൊക്കെ ചോദിക്കുകയാണേ. ഇത് കേൾക്കുമ്പോഴും ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. മീരയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, TV സീരിയലിലെ സ്ക്രിപ്റ്റ് മാറ്റുന്ന പോലെ ഞങ്ങൾ അതങ്ങ് മാറ്റും. നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് മലേഷ്യയിൽ നിന്ന് വന്നിരിക്കുന്ന ഇളയച്ചൻ വഴിക്ക് വീണ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ ക്യാരക്ടർ അങ്ങ് ക്ലോസ് ചെയ്യും. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ നടിക്കല് മുഴുവനായ മാത്രമല്ല, ഡയറക്ടർ അത് കണ്ടിട്ട് കംപ്രസ് ആവുള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ. അത് കംപ്രസ് അല്ല, ഇംപ്രസ്. അതെ അത് തന്നെ. അതൊക്കെ ഞങ്ങൾ വേണ്ട പോലെ ചെയ്തോളാം. ഇങ്ങനെ അടിക്കടിക്ക് പറയാതെയും ചോദിക്കാതെയും ഒന്നും ഇങ്ങോട്ട് വന്നേക്കരുത്. തുടർന്ന് ശ്രുതി പറയുന്നുണ്ട്, ഇങ്ങനെ പുറത്ത് എല്ലാവരുടെ കണ്ണിലും പെടുന്ന രീതിയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങരുത്. എന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ 4 ആൾക്കാരുടെ ഇടയിൽ പോകുന്നതാണ്, ആട് മേടിക്കാൻ വേണ്ടി പോകുന്നതാണ്, എന്റെ ജീവിതമാർഗം ഇല്ലാതാകും. തുടർന്ന് മീര പറയുന്നുണ്ട്, എന്തായാലും സിനിമയിൽ അഭിനയിക്കുന്നത് വരെ മറ്റുള്ളവരുടെ കണ്ണിൽ പെടാതിരിക്കണം. ഈ വലിയ വലിയ ആൾക്കാരൊക്കെ പുറത്ത് നമ്മുടെ പേര് കാണിക്കരുതെന്ന് വിചാരിച്ചിട്ട് ഉള്ളിൽ തന്നെ ഇരിക്കില്ലേ, അതുപോലെയോ? അങ്ങനെ തന്നെയെന്ന് മീര പറയുമ്പോൾ ശരി, എനിക്കിപ്പോൾ മനസ്സിലായി. ശരി, ഇനി ഞാൻ പുറത്തു പോകുന്ന സമയത്ത് മുഖത്ത് ഒരു മാസ്കും കൂടി വെച്ചിട്ട് പുറത്തു പോകാം. പിന്നെ എന്നെ ആർക്കും മനസ്സിലാവില്ലല്ലോ. എന്തായാലും ഡയറക്ടർ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്കൊരു തനിയെ സോങ് വെച്ചേക്ക്. അല്ലെങ്കിൽ വേണ്ട, തനിയെ വേണ്ട, ഉള്ള സോങ്ങിനകത്ത് തന്നെ ആഡ് ചെയ്താൽ മതി എന്നൊക്കെ പറയുവാണേ. ശരി, അതൊക്കെ ഞങ്ങൾ റെഡിയാക്കിക്കോളാം. ഇപ്പം പോവാൻ നോക്ക്. അങ്ങനെ ഇറച്ചിയൊക്കെ കൊണ്ടിട്ടാണോ വന്നത്? ഇറച്ചി ഇങ്ങോട്ട് തന്നേക്ക്, എന്നിട്ട് നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ്. അയാൾ പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതി പറയുന്നുണ്ട്, ഇപ്പൊ ഇയാളാണെന്നുണ്ടെങ്കിൽ പുതിയ പ്രശ്നമായിട്ട് നമ്മൾ തലയിൽ വന്നിട്ടുണ്ട്. ഇനി ചാൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇയാളെ ഒന്നും കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് മീര പറയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഗ്രീൻ ബ്രാൻഡിന്റെ മാഡം ശ്വേതയാണ് കേട്ടോ. ശ്വേതയുടെ കാറ് വഴിയിൽ കേടാവുകയാണ്. എന്നിട്ട് സ്റ്റാഫിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ കാറ് കേടായി, എത്രയും വേഗം തന്നെ ഒരു വണ്ടി ഇങ്ങോട്ട് അയക്കണം, എനിക്കിപ്പം ഒരു ബ്രാഞ്ചിൽ പോകാനുണ്ടെന്ന് പറയുമ്പോൾ മാഡത്തിൻ്റെ ലൊക്കേഷൻ അയച്ചു തന്നോളൂ, എനിക്ക് അറിയുന്ന ഒരു ട്രാവൽസ് ഉണ്ട്, അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി പറയാമെന്ന് പറയാണ്. അങ്ങനെ മാഡം ലൊക്കേഷൻ അയച്ചു കൊടുക്കുവാണ്. അങ്ങനെ സ്റ്റാഫ് വിളിക്കുന്നത് നമ്മുടെ സച്ചിയുടെ കാറാണ് കേട്ടോ. അവർ പറഞ്ഞ അതേ ലൊക്കേഷനിൽ സച്ചി എത്തുന്നുണ്ട്. അങ്ങനെ സച്ചി അവിടെ എത്തിയിട്ട് വിളിക്കുമ്പോഴേക്കും കാറിൽ നിന്ന് മാഡം ഇറങ്ങുന്നുണ്ട് കേട്ടോ. മാഡം ഞാനാ വിളിക്കുന്നത്, കോൾ അറ്റൻഡ് ചെയ്യണ്ടെന്ന് പറയാണ്. മാഡം കാറ് ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു, അതേ എൻ്റെ PA പറഞ്ഞിട്ട് കാറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് മാഡം കാറെന്ന് പറയണേ. മാഡത്തിന്റെ കാറിന് എന്ത് പറ്റി, റിപ്പയർ ആയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ, നിങ്ങൾക്ക് റിപ്പയറിംഗ് എന്തെങ്കിലും അറിയോ? ഇല്ല മാഡം, അടുത്തവരുടെ കാറിൽ നമ്മൾ കൈവയ്ക്കുന്നത് ശരിയല്ല, അതിന് ആരെങ്കിലും റിപ്പയറിങ്ങിന്റെ ആൾക്കാരെ കൊണ്ടുവരുന്ന നല്ലത്. മാഡം വരും, കാറിൽ കയറാ എന്ന് പറഞ്ഞിട്ട് സച്ചി ആ മാഡത്തിനെ കൊണ്ട് പോവാണ് കേട്ടോ. അങ്ങനെ മാഡം ആണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ പാർലർ ഉണ്ടല്ലോ, അവിടെ എത്തുന്ന സമയത്ത് വണ്ടി നിർത്താൻ പറയാണ്. വണ്ടി നിർത്തിയതിന് ശേഷം സച്ചി നോക്കുന്നത്, ഇവിടെയാണല്ലോ പൗഡർ എടുത്തിയുടെ പാർലർ, ഇവിടേക്കാണ് ഇപ്പോൾ ഓട്ടം വന്നത് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നമ്മുടെ മാഡം ആണെന്നുണ്ടെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഫോണും ചെയ്ത് അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബ്യൂട്ടി പാർലറിലേക്കാണ് കയറി പോകുന്നത്. അയ്യോ, ഈ മാഡം പൈസ തരാതെ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് കാറിൽ നിന്ന് സച്ചി ഇറങ്ങുന്നുണ്ട് കേട്ടോ പാർലറിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അതേസമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സ്റ്റാഫിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ ബ്രാൻഡാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കസ്റ്റമേഴ്സിനെ കൊണ്ട് മേടിപ്പിക്കണമെന്ന് പറയുമ്പോൾ മാഡം അവർ ചൂസ് ചെയ്യുന്ന ബ്രാൻഡാണ്, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ അവരങ്ങനെയൊക്കെ പറയും, പക്ഷേ ഇതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രാൻഡ് വിൽക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് പറയാണ് കേട്ടോ. അപ്പോഴാണ് ശ്വേത മാഡം അങ്ങോട്ടേക്ക് വരുന്നത്. അയ്യോ മാഡം, ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞതിന് ശേഷം മാഡം വരുന്നുള്ള കാര്യം പറഞ്ഞില്ലല്ലോ, ഈ വീക്കിലെ അക്കൗണ്ട്സ് ഒക്കെ എടുത്തു വെക്കട്ടെ, ഡീറ്റെയിൽസ് എടുത്തു വെക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട, അതൊക്കെ നീ നീറ്റായിട്ട് ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയാം. ശ്രുതിയുടെ ബ്രാഞ്ചിൽ മാത്രമാണ് എനിക്ക് ഒരു ഇഷ്യൂ ഇല്ലാത്തത്, നല്ല മാർജിനും വരുന്നുണ്ട്, പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് വന്നതല്ല, എനിക്ക് ഐബ്രോ ചെയ്യണം, അതിന് വേണ്ടി വന്നതാണ്. ഓക്കെ മാം, ഉള്ളിലൊരു ക്ലയന്റിന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞതിന് ശേഷം മാഡത്തിന് ചെയ്യാൻ വേണ്ടി പറയാമെന്ന് പറയുമ്പോൾ വേണ്ട ശ്രുതി ഇപ്പം വെറുതെ ഇരിക്കുമല്ലേ, എനിക്ക് ശ്രുതി ചെയ്താൽ മതി, ശ്രുതി നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. ഓക്കെ മാഡം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറുന്നുണ്ട്.
അങ്ങനെ മാഡം ഉള്ളിൽ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മാഡം എന്ത് പണിയാണ് കാണിച്ചത്, ഇറങ്ങി പോകുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ല മാഡം, ക്യാഷ് ഒന്നും തന്നില്ല. ഓ ശരിയാണ്, ഞാൻ എൻ്റെ കാറിൽ വന്നിറങ്ങുന്ന ആ ഒരു ഓർമ്മയിൽ ഇറങ്ങി പോകുന്നതാണ്. അതിന് മാഡത്തിൻ്റെ കാറും വഴിയിലല്ലേ ഉള്ളെന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അങ്ങനെ മാഡം പറയുന്നുണ്ട് അവിടെ നിൽക്കുന്ന സ്റ്റാഫിൻ്റെ അടുത്ത് അവർ ചോദിക്കുന്ന ക്യാഷ് കൊടുക്കുക എന്നുള്ള കാര്യം കേട്ടോ. ഇവർ ഈ കടയിലേക്ക് വന്നിട്ട് കടക്കാരുടെ അടുത്ത് കാശ് കൊടുക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ള കാര്യം സച്ചി വിചാരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് സ്റ്റാഫ് പറയുന്നുണ്ട്, സർ ഇതാ ക്യാഷ്, അവരാണ് ഈ കടയുടെ ഓണർ കേട്ടോ. അവരാണ് ഓണർ. ശ്രുതി എന്ന് പറയുന്ന ആളല്ലേ ഈ കടയുടെ ഓണർ. ഈ കടയുടെ പേര് എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് കേട്ടോ അവിടെ ഗ്രീൻ ബ്രാൻഡ് എന്ന് എഴുതിയിരിക്കുന്നത്. എന്താ ഇത് വേറെ ഏതോ പേരാണോ ഉള്ളത്? പണ്ട് ചന്ദ്ര എന്തൊരു വേൾഡ് അല്ലായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചന്ദ്ര ബ്യൂട്ടി വേൾഡ്. അതെ ഇപ്പൊ പേര് മാറും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ സർ, പേര് മാത്രമല്ല ഓണർ മാറി. ഓണർ മാറിയെന്നോ? എന്താ നിങ്ങൾ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ സർ, ശ്രുതി മാഡം ഇത് ഫ്രാഞ്ചൈസിക്ക് കൊടുത്തു. എന്ന് വെച്ചാൽ ഈ ഗ്രീൻ ബ്രാൻഡ് എന്ന് പറയുന്ന പാർലറിന്റെ അണ്ടറിൽ ഒരുപാട് പാർലേഴ്സ് ഉണ്ട്. അവര് ഈ പാർലർ മേടിച്ചിട്ട് അവരുടെ ബ്രാൻഡുമായിട്ട് ചേർത്തു. ഓ അപ്പൊ കട കൈമാറിയല്ലേ? അപ്പോ ഈ ശ്രുതി എന്ന് പറയുന്ന പെണ്ണ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവരും നമ്മളെ മാതിരി ഒരു സ്റ്റാഫ് തന്നെയാണ് ഇവിടെ. അവരാണ് ഇവിടെ എല്ലാം മാനേജ് ചെയ്യുന്നത്. എന്താ സാർ നിങ്ങൾക്ക് അവരെ അറിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇപ്പോഴാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ചിരിച്ചുകൊണ്ട് സച്ചി പറയുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് സച്ചി കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് ചിരിച്ചും കൊണ്ട് പാർലറിൽ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. സച്ചിന് വീട്ടിൽ പോയിട്ട് എന്തൊക്കെ തോന്നിയ ദിവസം കാണിക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യമൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ശ്രുതിയുടെ ഒരു മുഖംമൂടി ഇന്ന് അഴിഞ്ഞു വീഴാണ്. ബാക്കി ഓരോന്നായിട്ട് വഴിയെ വരുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്